നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു രോഗി എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന് ശരിയായിട്ട് പറഞ്ഞാൽ മൂത്രത്തിന് അസുഖമൊന്നുമില്ല, കലശലായ നടുവേദനയ്ക്ക് വേണ്ടി പലയിടത്തും കാണിച്ചു, പല വകുപ്പിൽ നിന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ നടുവേദന മാറുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഇനി എന്തെങ്കിലും മൂത്രസംബന്ധമായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയണം എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയാണ് വന്നത്. നടുവേദന മരുന്ന് കഴിക്കുമ്പം കുറഞ്ഞിരിക്കും, പക്ഷേ പിന്നെയും ഈ നടുവേദന അതിൻ്റെ ഇഫക്റ്റ് കഴിയുമ്പോൾ പിന്നെയും നടുവേദന ഉണ്ടാകും. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേദന കൂടുതലായിട്ട് വരുന്നു. ഇപ്പോൾ തൽക്കാലം ഈ പെട്ടെന്ന് വരാനുള്ള കാരണം ഈ നടുവേദന കാലിലോട്ട് ചെറുതായിട്ട് ഇറങ്ങുന്നതായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ്. പക്ഷേ മൂത്ര സംബന്ധമായിട്ട് അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ വിശദമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ മൂത്രം ഒഴിക്കും. ചിലപ്പോൾ ഇച്ചിരി സ്പീഡ് കുറഞ്ഞെന്ന് തോന്നും, അല്ലെങ്കിൽ മുഴുവൻ പോയില്ല എന്നൊരു ചെറിയ ഒരു എയർലി സിംറ്റംസ് മാത്രമേ ഉള്ളൂ പ്രോസ്റ്റേറ്റിൻ്റെ. പക്ഷേ എന്നിരുന്നാലും ഈ നടുവേദന മറ്റൊരു കാരണം അവർ എക്സ്റേ എടുത്ത് നോക്കി, ഓർത്തോയിലൊക്കെ കാണിച്ചു, മറ്റ് സ്ഥലങ്ങളിൽ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇത് എന്തെങ്കിലും മൂത്രസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് വേണമെങ്കിൽ ഈ എക്സ്റേ വല്ല സ്റ്റോൺ വല്ലതും ഉണ്ടോ എന്ന് നോക്കും. സ്റ്റോണ് എക്സ്റേ എടുക്കുമ്പോഴോ സ്കാനിങ്ങിലോ കാണാൻ പറ്റും. പക്ഷേ അതിനകത്തൊന്നും നമ്മളൊന്നും കണ്ടില്ല, എല്ലാം നോർമലായിട്ട് കണ്ടു. മലദ്വാരത്തിൽക്കുള്ള DRE ഡിജിറ്റൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ചെയ്ത് നോക്കിയപ്പോൾ പ്രോസ്റ്റേറ്റ് ഏകദേശം നോർമലായിട്ട് തന്നെ കാണുന്നു. അതുകൊണ്ട് വേറെ വലിയ കുഴപ്പമില്ല. എന്നാൽ PSA എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഈ കൂട്ടത്തിൽ ഞാൻ ചെയ്തു. PSA ചെയ്തപ്പം PSA ഒരു അബ്നോർമൽ വാല്യൂ കാണിച്ചു. അപ്പോൾ അബ്നോർമൽ വാല്യൂ PSAയിൽ എപ്പോഴും സാധാരണ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 4ഒക്കെയാണ്. 4ലോട്ട് ഇങ്ങനെ കൂടിപ്പോയി ഒരു 10 വരെയൊക്കെ, ചിലപ്പോൾ ചെറിയ ഇൻഫെക്ഷനൊക്കെ കൂടുമ്പോൾ വേണമെങ്കിൽ 10 വരെയൊക്കെ വരാം. എന്നാൽ അതിൽ കൂടുതലായിട്ടുള്ളൊരു വാല്യൂ കണ്ടപ്പോൾ ഇതിനെന്ത് വലിയൊരു കാരണം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചു. അതിനെക്കുറിച്ച് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. പ്രോസ്റ്റേറ്റ് നമ്മൾ ഡിജിറ്റൽ പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലാം നോർമലായിട്ടാണ് കണ്ടത്. അൾട്രാസൗണ്ടിനകത്തും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പങ്ങളായിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോയി നമ്മൾ MRI, പ്രോസ്റ്റേറ്റിൻ്റെ MRI ചെയ്ത് നോക്കി. MRI ചെയ്ത് നോക്കിയപ്പോൾ ആ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ലീഷൻ കാണാം. വളരെ ചെറിയൊരു ലീഷനാണ്. പക്ഷേ അത് കണ്ടാൽ അതിൻ്റെ റിപ്പോർട്ട് വന്നത് ഏകദേശം സജസ്റ്റീവ് ഓഫ് അല്ലെങ്കിൽ സസ്പീഷ്യസ് കാഴ്സിനോമ, അതായത് പ്രോസ്റ്റേറ്റിനകത്ത് ഒരു ചെറിയൊരു ക്യാൻസറിൻ്റെ ലക്ഷണമുണ്ട്. ഇത് പറയാനുള്ള കാരണം, പുറമേ നമ്മൾ ചിലപ്പോൾ മൂത്രതടസ്സം ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ വെളിയിൽ പരിശോധിച്ച് നോക്കിയാൽ ചിലപ്പോൾ അതിനകത്തൊരു ട്യൂമറിൻ്റെ ലക്ഷണം കാണണമെന്നില്ല. എന്നാലും ഈ പ്രോസ്റ്റേറ്റിലെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം, അതായത് ഇതിനകത്ത് ചെറിയൊരു ലീഷൻ വന്നിട്ട് ഒരു ഒക്കൽ പ്രൈമറി എന്നതിന് പറയുന്നത്, അതായത് വളരെ ചെറുതായിരിക്കും പ്രോസ്റ്റേറ്റിലുള്ള ആ മുഴ, പക്ഷേങ്കിൽ അതിൻ്റെ പെട്ടെന്ന് വെളിയിലോട്ട് സ്പ്രെഡ് ചെയ്യും. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ സാധാരണ ബ്ലഡ് സർക്കുലേഷൻ പോകുന്നതുപോലെ ഹാർട്ടിൽ പോയി, ലങ്സിൽ പോയാൽ, ലിവറിൽ പോയി അങ്ങനെയുള്ളൊരു സ്പ്രെഡ് അല്ല ഇതിന്. ഇത് പ്രോസ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് ഈ വെയിൻ വഴി ഇത് ബോണിലോട്ട് വരും. അതായത് ഈ വീനസ് പ്ലക്സസ് വഴി ബോണിലോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഇത് ബാധിക്കാൻ പോകുന്നത് ബോണിനെയാണ്. അതുകൊണ്ടാണ് മറ്റ് അസുഖങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണത്തില്ലെങ്കിൽ നടുവേദനയായിട്ട് ഇത് രൂപാന്തരപ്പെടും. നടുവേദന എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞത് മറ്റൊരു കാരണമില്ല, സാധാരണ രീതിയിലുള്ള ഡിസ്കിൻ്റെയോ അല്ലെ വേറെ എല്ലിൻ്റെയോ ഒന്നും കാരണമില്ല എന്ന് കണ്ടാൽ ഇതുപോലുള്ള കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് കൂടുതൽ ടെസ്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം ഇപ്പോൾ വളരെ സാധാരണയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതുപോലെ ഈ നടുവേദനയുടെ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും ഈ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതുപോലെ സെക്കൻഡറീസ് എവിടെയെങ്കിലും ഡെവലപ്പ് ചെയ്ത് കാലിന് മരവിപ്പോ അല്ലെങ്കിൽ കൈക്ക് മരവിപ്പോ ഒക്കെ വരുമ്പോഴായിരിക്കും നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയാനുള്ള കാരണം, നടുവേദന എന്ന് പറഞ്ഞു മറ്റസുഖങ്ങളൊന്നും കണ്ടുപിടിച്ചില്ല, മറ്റൊരു കാരണവും നടുവേദനയ്ക്ക് ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ പ്രോസ്റ്റേറ്റ് പോലുള്ള ഗ്രന്ഥികളിലാണ്. അതിനകത്ത് ക്യാൻസർ ചിലപ്പോൾ പുറമേ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് എല്ലാം നോർമലായിട്ടിരിക്കും, പക്ഷേ അതിൻ്റെ സെക്കൻഡറി സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അറിയുന്നത് ഈ നടുവേദന വരുന്നത്. ഈ സമയത്തും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്തത് വരാൻ പോകുന്നത് ഈ ബോണിൽ ക്യാൻസർ വന്ന് നട്ടെല്ലിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സ്പൈനൽ കോഡിനെ ബാധിക്കും. സ്പൈനൽ കോഡിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാല് രണ്ടും തളർന്നു പോകാം, പാരാലിസിസ് ഉണ്ടാകാം. ആ ഒരു സ്റ്റേജ് വരുന്നതിന് മുമ്പേ നടുവേദന എന്ത് കാരണമായാലും നമ്മൾ അതിനെ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അസുഖമില്ല എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ആ തുടക്കത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ കംപ്ലീറ്റ് ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം. ഇനിയും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.